അതൊക്കെ തുടങ്ങാം. ശ്രീ ലളിതാംബികായി നമഃ. ഏത് മന്ത്രമാണ് കഴിഞ്ഞ ദിവസം എടുത്തത് എന്ന് ഓർമ്മയുണ്ടാവും? ആരെങ്കിലും ഒരാൾ പറയാം. ഇനി 30 എടുത്തുള്ളത്. 30. ആ മന്ത്രം ചൊല്ലൂ. വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വരം. മനസ്സിലായി. അപ്പൊ ഈ അതിനു മുമ്പുള്ള ആ വിഷങ്കന്റെ വിഷയങ്ങളൊക്കെ എല്ലാം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 2 ദിവസമായതുകൊണ്ട് എന്താണ് എവിടെയാണ് പറഞ്ഞു വെച്ചതെന്ന് അറിയില്ല. എവിടുന്നാണെങ്കിലും പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോ മന്ത്രണ്യംബ വിരചിത വിഷങ്ക വധദോഷിത അതാണ് പറഞ്ഞു നിർത്തിയത്. മന്ത്രിണി എന്ന അമ്മയാൽ, മന്ത്രിണി ദേവി ആരാണെന്ന് നമുക്കറിയാം. കരിമ്പിൻമില്ലിൽ നിന്നുണ്ടായതാണ്. മനോരൂപേക്ഷു കോദണ്ഡാണ്, മനസ്സിന്റെ രൂപമാണ് അതിന്. അപ്പൊ മനസ്സിനെ നയിക്കുന്നത് എന്ത്? മനനാൽ ത്രായത്തെ ഇത് മന്ത്ര. മനസ്സുകൊണ്ട് ത്രാണനം ചെയ്യുന്നതൊക്കെ മന്ത്രാണ്. ആ മന്ത്രത്തിന്റെ ശക്തിയാണ് മന്ത്രിണി. അത് മനസ്സിൻ്റെതായ സങ്കല്പത്തിലുള്ള കരിമ്പിൻ മില്ലിൽ നിന്നും ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ അതിന് പരിപൂർണമായിട്ടും യോജിക്കുന്നുണ്ട്. ആ മന്ത്രിണിയാണ് വിഷങ്കൻ, അതായത് ഭണ്ഡാസുരൻ എന്ന മഹാസുരന്റെ ഇടത്തെ തോളിൽ നിന്നും അദ്ദേഹത്തിന്റെ കാര്യസാധ്യത്തിനായിക്കൊണ്ട് ജനിപ്പിച്ച ഒരു അസുരനാണ് വിഷങ്കൻ. വലത്തെ തോളിൽ നിന്നാണ് വിശുക്രൻ ജനിച്ചത്. ആ വിഷങ്കനെ മന്ത്രണ്യംബ വിരചിത വിഷങ്ക വധദോഷിത, മന്ത്രണ്യംബ എന്ന അമ്മയാല് വിരചിതമായ വിഷങ്കന്റെ വധത്തിൽ സന്തോഷിച്ചവൾ. അപ്പോ വിഷങ്കനെ വധിക്കാൻ ചില വിരചനമുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ മന്ത്രങ്ങൾ വേഗം വേഗം ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു പോയിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ താത്വികമായിട്ടും കൂടെ, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരുപാട് സത്സംഗങ്ങൾ കേൾക്കുന്നതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പമുണ്ടാവും. ഒരു അസുരനെ കൊല്ല എന്നുള്ളൊരു വിഷയം ഇവിടെ ഉണ്ടെങ്കിലും വധം ഇല്ലാതാക്ക, ആ വധത്തിൽ തോഷിക്കപ്പെട്ടവളാണ്, സന്തോഷിച്ചവളാണ്. ആരെയാണ് വധിച്ചത്? വിഷങ്കനെയാണ് വധിച്ചത്. എങ്ങനെയാണ് വധിച്ചത്? ഏത് ആയുധം കൊണ്ടാണ് വധിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ വിരചിതമായ ചില കാര്യങ്ങളെ കൊണ്ട് വിഷങ്കൻ എന്ന ആ ഭാവത്തിന്റെ അല്ലെങ്കിൽ ആ അസുരന്റെ വധത്തിൽ കണ്ടപ്പോ അതിൽ ദേവി സന്തോഷിച്ചു. തോഷിത. അപ്പൊ വിഷങ്കൻ എന്താണ് എന്ന് മനസ്സിലാവണം ആദ്യം. ഒപ്പം മന്ത്രിണി ആരാണ് എന്ന് മനസ്സിലാക്കണം. അന്ന് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആവർത്തന വിരസത തോന്നേണ്ട കാര്യമില്ല, കൂടുതൽ ദൃഢമാവുകയാണ്. വിഷങ്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പിരിച്ചാൽ വിശേഷേണ സംഘം, അല്ലെങ്കിൽ വിരുദ്ധ സംഘോ വിഷങ്കോ വിഷയാഭിലാഷ വിഷം ഗച്ഛതീതി വാ വിഷാത്മക ഇതി യാവത്. ഈ ശ്ലോകം കഴിഞ്ഞ പ്രാവശ്യം എഴുതിയെടുത്തിരുന്നോ? അതൊന്ന് എഴുതിക്കോളൂ. കാരണം അത് ഇത്തിരി ഒരു പ്രമാണാണ്. ഒരു വിരുദ്ധ സംഘോ, അല്ലെങ്കിൽ വിരുദ്ധ സംഘോ എന്ന് എഴുതാൻ പാടില്ല. വിരുദ്ധ കഴിഞ്ഞ് വിസർഗം കഴിഞ്ഞ് സകാരം വന്നുകൊണ്ട് വിരുദ്ധ സംഘോ, വിരുദ്ധ സംഘോ വിഷങ്കോ. വിഷയാഭിലാഷ വിസർഗണ്ട്. വിഷയാഭിലാഷ വിഷം ഗച്ഛതി ഇതി, അല്ലെങ്കിൽ ഗച്ഛതി ഇതി, അങ്ങനെയാണ് എഴുതേണ്ടത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഗച്ഛതി ഇതി, ഗച്ഛതി ഇതി, ഗച്ഛതിയുടെ ഈയും ഇതിയുടെ ഈയും ചേർന്ന് ഗച്ഛതീതി എന്നാവും. ഇരിക്കുമ്പോഴാണ് ഗച്ഛതി ഇതി. അപ്പോ വിരുദ്ധ സംഘോ വിഷങ്കോ വിഷയാഭിലാഷ വിഷം ഗച്ഛതീതി വാ വിഷാത്മക ഇതി യാവത്. അപ്പൊ വിഷങ്കൻ എന്നുള്ളൊരു ഒരു പദത്തിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വിരുദ്ധമായ സംഘമാണ്.
ഇവിടെ എന്താണ്? ഇവിടെ ആധ്യാത്മികമായിട്ടുള്ള ഒരു യാത്രയിലാണ്. സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ അമ്മ ആരാണ്? ശ്രീമാതാവും ശ്രീമഹാരാജ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ ജനിച്ചത് തന്നെ ഭണ്ഡാസുരൻ എന്ന കാമാസുരനെ കൊല്ലാനാണ്. വിരുദ്ധമായിട്ടുള്ള കാമഭാവമാണ് ശരിക്ക് ഭണ്ഡാസുരൻ. ശരിയായ രീതിയിലാണെങ്കിൽ അത് കാമദേവനെയാവും. ആ കാമദേവന്റെ വിരുദ്ധമായ ഭാവത്തിൽ നിന്നും ഉത്ഭവിച്ച അതിശക്തനായിട്ടുള്ള ആ ഭണ്ഡാസുരൻ എന്ന് പറയുന്ന അസുരന്റെ നേരെ വിപരീത ദിശയിലുള്ള വാമഭാഗത്ത് നിന്നും ഇടത്തെ തോളിൽ നിന്നും ജനിച്ച വിരുദ്ധ സംഘൻ. അപ്പോ എന്താണോ ഒരു മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം, സംഘം അല്ലെ, സമ്യക്കാകുമെന്നുള്ള ഗമനാണ് സംഘം. അപ്പൊ ആ സംഘം എന്താണ്? ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അറിയാം, നമ്മളൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളും പല വ്യക്തികളും നമ്മളെ വഴി തെറ്റിച്ചൊക്കെ വിടും. അതാണ് ദുസ്സംഗം എന്ന് പറയാം. അപ്പൊ ആധ്യാത്മിക വിഷയത്തിൽ എപ്പോഴും എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ ഈ ഒരു പരമപദത്തിൽ എത്തുക എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ് സത്സംഗത്വേ നിസ്സംഗത്വം. സത്സംഗം ഉണ്ടാവണം സത്തുക്കളുമായിട്ട്. സത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് എടുത്താൽ അങ്ങനെ, അല്ലെങ്കിൽ സത്ത് ചിത്ത ആനന്ദം എന്ന് പറയുന്ന ആ സത്തിന്റെ ചിത്തത്തിന്റെ ആനന്ദം എന്ന പരമമായിട്ടുള്ള പദം, ആ പദവും ആ ഒരു തലവുമായിട്ട് ബന്ധപ്പെടാൻ യോജിക്കുന്ന എല്ലാം സത്സംഗമാണ്. അങ്ങനെ സത്സംഗം വന്നു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ശരി, എന്നാലും ഞാൻ മായയിൽ കുടുങ്ങി ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട്, സത്യം ഇതല്ല എന്നൊരു ചെറിയ ബോധം ഉണ്ടായാൽ അതൊരു സത്സംഗമാണ്. അങ്ങനെ ചിന്തിച്ചു വരുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടും ഇതെല്ലാം വേണ്ടതാണ്, പക്ഷെ എന്റെ റൂട്ടിലേക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഞാൻ എടുത്തുകൊണ്ട് അതിനോട് അഡിക്ഷൻ ആവാതെ ബന്ധനമാവാതെ ഒരു നിസ്സംഗത വരും. അങ്ങനെ സത്സംഗം കേട്ട് ഈ ഭാഗവതമാണെങ്കിലും ഭാരതമാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും രാമായണമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രഭാഷണമാണെങ്കിലും ഒക്കെ കേൾക്കുന്നത് ആ വ്യക്തിയെ പ്രഭാഷണം നടത്തുന്ന, അല്ലിപ്പോ ഞാനിത് പറയുന്നുണ്ട് എന്നോട് അടുക്കാനല്ല, പറയുന്ന വാക്കുകളില് നമുക്ക് ബുദ്ധിയില് തെളിയണം. അതുകൊണ്ടാണ് ബ്രാഹ്മണരോട് ഗായത്രി മുടക്കരുത് എന്ന് പറയാൻ കാരണം. ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് പോവാൻ സാധ്യതയുള്ള ഒന്നാണ് ഈശ്വരീയത, ആധ്യാത്മികത. അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആശ്രമമാണ് അല്ലെങ്കിൽ വർണ്ണമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അത് തെറ്റിയാൽ എല്ലാം പോകും. അതുകൊണ്ടാണ് ധിയോയോ എന്ന പ്രചോദയാൽ, ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അങ്ങനെയുള്ള ആ സത്സംഗം എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടാൻ ശ്രമിക്കണം. ഇപ്പൊ പൂന്താനത്തിന്റെ ജ്ഞാനപാനയിലാണെങ്കിലും ഹരിനാമകീർത്തനത്തിലാണെങ്കിലും ഉപനിഷത്തുകളിലാണെങ്കിലും എല്ലാത്തിലും സത്വമായിട്ട് നമുക്ക് ആ ഒരു ഇതൊന്നും ശരിയല്ല എന്ന് എത്ര മനസ്സിലാക്കിയാലും, ഇത് മുഴുവനും മായയാണെന്ന് മനസ്സിലാക്കിയാൽ പോലും നമുക്ക് അഡിക്ഷൻ, ആ ബന്ധനം വിടില്ല. അയ്യോ, എന്നാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ അല്ലെ, എന്തെല്ലാം പറഞ്ഞ് ആ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഇപ്പൊ എത്രയോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോ ബസ്സിൽ നിൽക്കുമ്പോ ബസ് സ്റ്റോപ്പിൽ ഒക്കെ മരിച്ചു വീഴുകയാണ്. നമുക്കിതിന്റെ കൺട്രോൾ ഇല്ല. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് അത് ശരീരം വിട്ടുപോകുന്ന ആത്മാവിന്റെ പ്രക്രിയ മാത്രമാണ്. അങ്ങനെ പോയാലും നാശമില്ല. പക്ഷെ നമുക്ക് നാശം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പൊ ജീവിച്ചിരിക്കെ തന്നെ എന്താണ് സത്യം എന്ന് മനസ്സിലാക്കി, എനിക്ക് മരണമില്ല എന്ന് പൂർണ്ണഭാവത്തിൽ മനസ്സിലാക്കി, ഈ ശരീരത്തിലെ ഒരു വിരല് പോയാൽ, ഒരു നഖം മുറിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വേദന വന്നാൽ നമുക്ക് പ്രശ്നമാണ്. ശരീരം നമ്മളല്ല നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചാൽ അഹം. അതാണല്ലോ, അതിനെ അറിയാനാണല്ലോ ശ്രമിക്കുന്നത്. കാരണം ഈ രണ്ട് മന്ത്രം വളരെ കാര്യമായിട്ട് എത്ര മണിക്കൂർ പറഞ്ഞാലും തീരാത്ത രണ്ട് മന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പ്രത്യേകിച്ച് TVSRC എന്ന ഗവേഷണമുള്ള ഒരു ഗ്രൂപ്പുമാണ്. എന്റെ വാച്ച്, എന്റെ കണ്ണട, എന്റെ ഷർട്ട്, എന്റെ മുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഓണർ വേറെയാണ് അല്ലെ. അതേപോലെ തന്നെയാണ് എന്റെ കയ്യ്, എന്റെ തല, എന്റെ ദേഹം, എന്റെ കാല്, എന്റെ മൂക്ക് അല്ലെ.
അവിടെ എന്റെ ജീവൻ എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പൊ ജീവൻ പോലുമല്ല ഞാൻ. ഓരോ ഈ കയ്യിന്റെയും കാലിന്റെയും ശരീരത്തിന്റെ, എന്റെ ദേഹം എന്ന് പറയുന്ന ശരീരം ഏതോ ഒരു ഓണറുടെയാണ്. ഞാനൊരു ഷർട്ട് ഇട്ടാൽ ആ ഷർട്ട് മുഷിഞ്ഞാൽ ഞാൻ പുതിയൊരു ഷർട്ട് ഇടുന്നത് പോലെ, പാമ്പ് പടം പൊഴിച്ച് പുതിയ ഇതിനെ സ്വീകരിക്കുന്നത് പോലെയാണ് ജീവൻ ആത്മാവ് ഒരു ശരീരത്തെ സ്വീകരിക്കുന്നതൊക്കെ ഉപനിഷത്തിൽ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെ മനസ്സിലാവാൻ പാകത്തിന് കുറെ ജന്മങ്ങളിലൂടെ ചിന്തകളിലൂടെ വന്ന് നമ്മൾ ഇങ്ങനെ ഒരു യോഗത്തിൽ വന്ന് സത്സംഗം കിട്ടുമ്പോൾ അതിലൂടെ ഉണ്ടാവേണ്ടത് ഇതൊക്കെ മായയാണെങ്കിലും ഉള്ളത് തന്നെയാണ്, പക്ഷെ ഇല്ലാത്തതല്ല, ഉണ്ട് എന്ന് തോന്നലാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിസ്സംഗത വരുമ്പോ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിശ്ചലതത്വം, അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യാത്ത റൂട്ട് കറക്റ്റ് ആയിട്ടുള്ള സത്യം മനസ്സിലായാൽ, ശരിക്ക് നമ്മുടെ ധർമ്മപ്രകാരം സത്യം മനസ്സിലായാൽ നമുക്ക് അനങ്ങാൻ പറ്റില്ല, ശ്വാസം പോലും വിടാൻ പറ്റില്ല എന്നാ പറയാ. നിശ്ചലമായ ഉറച്ച നിശ്ചല തത്വമാണ്. നിശ്ചല ദേഹം എന്ന് പറഞ്ഞിട്ടില്ല അവിടെ. അതായത് തത്വം, അത് നീ എന്ന് പറയുന്ന തത്വം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തിയറി എന്ന് പറയുന്നത് അതാണോ ശരി, ഇതാണോ ശരി, അങ്ങനെ വേവറിങ് മൈൻഡിലൂടെ പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാത്ത ആ മനസ്സ്, അതൊക്കെ മനസ്സിലാണ്. ആ മനസ്സ് ഉറപ്പിക്കും ഇതാണ് ശരി എന്ന്. സത്സംഗത്തിലൂടെ നിസ്സംഗത്വം വന്ന് നിശ്ചലതത്വം, അങ്ങനെ നിശ്ചല തത്വമാകുമ്പോ, തത്വം ഉറയ്ക്കുമ്പോ നിശ്ചല തത്വേ ജീവൻ മുക്തി. അപ്പോഴാണ് ജീവൻ മുക്തി വരിക. ആ ജീവൻ മുക്തിയുടെ സ്ഥാനമാണ് ലളിതാ പരമേശ്വരി. അപ്പൊ അതിലേക്ക് പോകുമ്പോ ആ ഒരു കാമഭാവത്തിനെ മുഴുവനും, കാമാസുരഭാവം എന്ന ഭണ്ഡാസുരനായ അതിൽ നിന്നും ഉത്ഭവിക്കുന്ന പലതരത്തിലുള്ള വിരുദ്ധ സംഘങ്ങൾ, അതിന്റെ പൂർണ്ണമായ രൂപമാണ് വിഷങ്കൻ. ആ വിഷങ്കനെ എങ്ങനെയാണ് മാറ്റാൻ? സത്സംഗം കൊണ്ട് മാത്രമേ ഇത് മാറ്റാൻ പറ്റൂ. ദുസ്സംഗമാണ്, വിരുദ്ധ സംഘമാണ്. അവിടെ സത്സംഗം വരണം. അപ്പൊ സത്സംഗം എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഇരുന്നിട്ട് കാര്യമില്ല, കൂടെ ഇരുന്ന് ഊണ് കഴിച്ചിട്ട് കാര്യമില്ല, കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. എന്ത് വേണം? ബുദ്ധിക്ക് പ്രചോദനമുണ്ടാകുന്ന ധിയോയോന പ്രചോദയാൽ എന്ന് പറയുന്ന, ബുദ്ധിം യാ ന പ്രചോദയാൽ, അല്ലെ? സർവചൈതന്യ രൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാൽ. ബുദ്ധിയെ പ്രചോദിപ്പിക്കണം. ബുദ്ധിയാണ് ഇതിനൊക്കെ കാരണം. അർജുനൻ ബുദ്ധിയുടെ തത്വമാണ്. ആ അർജുനനാണ്, അച്ഛനാണ്, അമ്മാവനാണ്, മരുമകനാണ്, ധർമ്മം എല്ലാം മറന്നിട്ട് ബന്ധങ്ങളിലേക്ക് പോയപ്പോഴാണ് ഇതൊക്കെ എപ്പോഴേ ഞാൻ കൊന്നിട്ടുള്ളതാണ്, നീ ഒരു നിമിത്തമാത്രം ഭവ സവ്യസാചി, നിമിത്തമായി തീരൂ, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സത്സംഗം ഗീതയിലൂടെ കേട്ടതിന് ശേഷമാണ് ധർമ്മയുദ്ധം ജയിച്ചത്. അപ്പോ ആ സത്തിലേക്ക് പോകുന്നതിന് വിപരീതമായിട്ടുള്ള സംഘമുണ്ടാക്കുന്ന വിഷങ്കനെ എന്തുകൊണ്ട് കൊല്ലാം? ആയുധം കൊണ്ട് കൊല്ലാൻ പറ്റുമോ? ഒരു ആളുടെ മനസ്സിനെ, നമ്മുടെ ഒരു മകള് അല്ലെങ്കിൽ ഒരു മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അച്ഛൻ അല്ലെങ്കിൽ കൂട്ടുകാരനൊക്കെ വഴിതെറ്റി പോകുമ്പോ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾക്ക് മനസ്സിൽ തോന്നണം, സ്വയം തോന്നണം ഇത് ശരിയല്ല എന്ന് തോന്നുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മുടെ ഒരു പ്രയത്നം കൊണ്ട് വഴി തിരിഞ്ഞു വരുന്നു എന്നുള്ളൂ. അപ്പൊ അവിടെ മാനസികമായിട്ടുള്ള പരിവർത്തനമാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ രൂപമായ കരിമ്പിൻ വില്ലിൽ നിന്നും ഉത്ഭൂതമായിട്ടുള്ള മന്ത്രം, മനസ്സുകൊണ്ട് ത്രാണനം ചെയ്യുന്നതായിട്ടുള്ള ആ മന്ത്രിണി എന്ന ദേവിയാണ് ഒരു വിരചനം ഉണ്ടാക്കി, രചിച്ചു എന്നാണ്. വിശേഷയുടെ രചിച്ചു. എന്താണ് രചന? അവിടെ ആയുധം രചനയാണ്. മനസ്സിനെ മുന്നോട്ട് ഇപ്പം സൈക്കാട്രി, സൈക്കോളജി ഒക്കെ പറയുന്നത് രചനമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത് മോനെ, മോളെ എന്നൊക്കെ പറഞ്ഞ് പല പല പ്രഭാഷണങ്ങൾ, വീട്ടിൽ അച്ഛനാണെങ്കിൽ, അമ്മയാണെങ്കിൽ, ഏട്ടത്തന്നെയാണെങ്കിൽ, ഏട്ടനാണെങ്കിൽ ഒക്കെ ഒരു തെറ്റായിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഉടനെ, പക്ഷെ അതെല്ലാം അവർക്ക് ആദ്യം വിഷമാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉപാസകനെ സംബന്ധിക്കുന്നിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ജന്മജന്മാന്തരങ്ങളായി കിട്ടിയിട്ടുള്ള പല പല സംഘങ്ങൾ, ആ സംഘങ്ങളെല്ലാം, ആ ബന്ധങ്ങളെല്ലാം ശരിയായ തത്വത്തിലേക്ക് നയിക്കുന്നവയല്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല ചിന്തകളുണ്ട്. അങ്ങനെ വന്ന് പറന്ന് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ, പ്രത്യേകിച്ച് ശ്രീവിദ്യാ ഉപാസനയില് ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാവും, അല്ലെ? ശങ്കരാചാര്യ പറഞ്ഞിട്ടില്ലേ, നരം വർഷീയാം സംനയന വിരസം നർമ്മസുജടം തവ അപാങ്കാലോകെ എന്ന് പറഞ്ഞിട്ടില്ലേ? വയസ്സായി ഇനി വയസ്സാവാനില്ല, കണ്ണൊക്കെ തുറക്കണേ കൈകൊണ്ട് പിടിക്കണം, ചർമ്മമൊക്കെ ആണെങ്കിൽ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥ,
എഴുന്നേറ്റ് നടക്കാൻ വയ്യ, അസ്ഥികൾക്ക് ബലമില്ല, ഞരമ്പുകൾക്ക് ബലമില്ല, രക്തോട്ടം ഇല്ല, വിശപ്പില്ല. അങ്ങനെ ഒരു അസ്ഥി പഞ്ചരം പോലെ വയസ്സായിട്ടുള്ള ഒരു പുരുഷനെ ആരാഗ്രഹിക്കാനാണ്? പക്ഷേ നിന്നെ ഉപാസിക്കുന്നവരാണെങ്കിൽ, അമ്മയോട് പറയാണ്, അല്ലയോ ത്രിപുരസുന്ദരി, നിന്റെ ഉപാസകനാണെങ്കിൽ ആ ഒരു രൂപത്തെ കണ്ട മാത്രയിൽ ഹഠാൽ തൃപ്തിക്കാഞ്ചോ എന്നാണ് ഉർവശി, രംഭ, തിലോത്തമ, മേനക എന്ന് പറയുന്ന ദേവസ്ത്രീകളും അങ്ങനെയുള്ള സുന്ദരികളായ സ്ത്രീകളെല്ലാം തന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളഞ്ഞ് പ്രണയ പാരവശ്യത്തോടെ വന്നടുക്കുന്നു. ശരീരം കണ്ടിട്ടാണോ? ആ ചൈതന്യം അത്രയും പവർഫുൾ ആണ്. അതുകൊണ്ട് അതിനെ ഉദ്ധരിക്കാൻ, അതിനെ ഉയർത്താൻ നോക്കുമ്പോ ശ്രദ്ധിക്കണം. അവിടെയാണ് ഈ വിഷങ്കനെ പോലുള്ള വിഷങ്കാസുരന്മാരും, ഇതൊരൊറ്റ വിഷങ്കനാണ്, തത്വം അതാണ്, ശ്രദ്ധിക്കണം. അതിനാണ് ചിട്ടകളും ആചാരങ്ങളും വിധി നിഷേധങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് ശ്രീമാത എന്ന് പറയാൻ കാരണം. ശ്രീം എന്ന് വെച്ചാൽ വിഷം എന്നർത്ഥം. ഞാൻ പറഞ്ഞിരുന്നു, അതിനെ അളന്ന് തൂക്കിയിട്ട് അളക്കുന്നവളാണ് അമ്മ. അത്രയും ശ്രദ്ധയോടെ, വളരെ വളരെ ശ്രദ്ധയോടെ, ഈ നല്ല മൂർച്ചയുള്ള വാളിങ്ങനെ മൂർച്ച ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് അതിലൂടെ കാല് മുറിയാതെ എങ്ങനെ നടക്കാൻ പറ്റും, അത്രയും ശ്രദ്ധിക്കണം എന്നാണ്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും പൊട്ടിത്തൊട്ട് ഭസ്മം തൊട്ട് ഞാൻ ശ്രീവിദ്യ ഉപാസകനാണെന്ന് പറഞ്ഞ് 1,00,000 രൂപ എന്നാ ശ്രീവിദ്യ ഉപദേശിക്കാന്ന് പറഞ്ഞ് ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഏതോ കാലത്തെ വിരുദ്ധ സംഘം തന്നെയാണ്. അങ്ങനെയുള്ള വിഷങ്കനെ വധിക്കുവാനായിട്ട് അമ്മയുടെ കയ്യിലുള്ള ആയുധമായിട്ടുള്ള മനസ്സിനെ ത്രാണനം ചെയ്യുന്ന മന്ത്രത്തിന്റെ ശക്തിയായ മന്ത്രിണി ദേവി എന്താണ് ചെയ്തത്? ആ വിഷങ്കനെ കൊന്നു. അത് നമുക്ക് സമ്മതിച്ച യുദ്ധത്തിന്റെ രീതിയിൽ വിഷങ്കൻ മരിച്ചു. അപ്പോ വിരുദ്ധമായ സംഘം പോയി. ഒരു അഹമിത്യേവ വിഭാവയെ മഹേഷി, ഞാനാണ് ആ ഭഗവതി എന്ന് അറിയുന്നവരെ, അഹം ബ്രഹ്മാസ്മി എന്ന് അറിയുന്നവരെ മറ്റതൊക്കെ വിരുദ്ധ സംഘമാണ്. പതുക്കെ 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 മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ വിരുദ്ധ സംഘം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഞാനൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഇങ്ങനെയൊക്കെ പെട്ടുപോയതല്ലേ എന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരാണ് വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത. ഇവിടെ ബ്രഹ്മതത്വത്തിലേക്ക് നയിക്കുകയാണ്. അവിടെയാണ് വിരുദ്ധ സംഘമായിട്ടുള്ള വിഷങ്കൻ വിഷയത്തിൽ അഭിലാഷം, വിഷയകാര്യങ്ങളോട്, ഭൗതിക കാര്യങ്ങളോട് ആഗ്രഹം വരുന്ന വിഷം, അതിലേക്ക് ഗച്ഛതി, പോകുന്നു. അതാണ് വിഷയാഭിലാഷ വിഷം ഗച്ഛതീതി, വിഷാത്മക ഇതി. അപ്പോ വിഷം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിസൺ എന്നുള്ള അർത്ഥമല്ല. നമ്മളെ സത്തിലേക്ക്, ശരിയായ മാർഗത്തിലേക്ക്, മനുഷ്യനായിട്ട് എന്തിനാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഉത്തരമില്ല. പലരോടും ഞാൻ എന്തിനാ ജനിച്ചത് അതറിയില്ല. ജീവിക്കണ്ടേ? അപ്പൊ ജീവിക്കാനാണോ ജനിച്ചത്? ഒരു 100 മീറ്റർ ഓട്ടത്തിന് ഒരാൾ ചേർന്നിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഓടുന്ന വ്യക്തിയുടെ ആഗ്രഹം എന്തായിരിക്കും? എത്രയും പെട്ടെന്ന് ആദ്യം 100 മീറ്റർ ഓടി തീർക്കണം. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ ഒരാൾ പറഞ്ഞു മരണം. അപ്പൊ എത്രയും പെട്ടെന്ന് മരിക്കുകയല്ലേ നല്ലത്? അത് ആഗ്രഹമില്ല. മരിക്കാതിരിക്കാനാണ് മനുഷ്യജന്മം. അമൃതസ്യ പുത്രാഹ എന്നല്ലേ പറഞ്ഞേ? അതാണ് അമൃതം എന്ന് പറയുന്നത്. അത് ശരീരത്തിന്റെ ഭാവമല്ല, അത് ഉപാസന കൊണ്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാവ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ലീലയാണെന്ന് വ്യക്തമായി തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതിലേക്കുള്ള ഏറ്റവും ഉയർന്ന പടിയാണ് ശ്രീവിദ്യാ ഉപാസന. ആ ഉപാസനയുടെ പരമദേവിയായിട്ടുള്ള ലളിതാ പരമേശ്വരിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ അമ്മ ഒന്നും ചെയ്യുന്നില്ല. അമ്മയുടെ കയ്യിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു പരിപാടികളും ഇല്ല. അമ്മയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ശക്തികൾ, പാശത്തിന്റെ ശക്തി, അങ്കുശത്തിന്റെ ശക്തി, അതുപോലെ കരിമ്പ് വില്ലിന്റെ ശക്തി, ഏറ്റവും ശക്തി അവിടെ എവിടെയാന്ന് ചോദിച്ചാൽ കരിമ്പ് വില്ലിലാണ്. ശരിക്കും ബലമില്ലാത്തത് അതാ. പക്ഷെ മനസ്സ്, മന ഏവ കാരണം എന്ന് ഉപനിഷത്ത് പറയുന്നു. മനസ്സേവ ജഗത് സൃഷ്ടി, മനസ്സുകൊണ്ട് തന്നെയാണ് ജഗത്ത് ഉണ്ടായത്. അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ ഓരോ സൃഷ്ടികളും മനസ്സുകൊണ്ടല്ലേ. മനസ്സില്ലാതെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ക്ലാസ്സിൽ കയറാൻ പറ്റുമോ? മനസ്സാണ് എല്ലാത്തിന്റെ കാരണം. ആ മനസ്സ് എവിടെയാണ് എന്ന് ചോദിച്ചാലാണ് നമുക്ക് പറ്റുക. അതുകൊണ്ട് കുഞ്ഞുമാഷി ചോദിച്ചു, അകത്തോ ഞാൻ പുറത്തോ ഞാൻ എന്നൊരു ചോദ്യം. ഈ ഞാൻ എന്ന് പറയുന്നത് എന്റെ പുറത്താണ്, ശരീരത്തിന്റെ പുറത്ത്. അത്രേ ഉള്ളൂ കവിത. അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തില് അഹമിത്യേവ വിഭാവ, ആ അഹം എന്ന് പറയുന്നത് സാക്ഷാൽ ബ്രഹ്മാണ്ടേശ്വരിയാണ് എന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും ഉയർന്ന ഒരു ഉപാസനാ തലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു യുദ്ധം ഉണ്ടാവും ഭണ്ഡാസുരന്മാരായിട്ട്. അവിടെ
പലതും നേടിയാലും ഏറ്റവും ശക്തനായ ഭണ്ഡാസുരന്റെ തന്നെ ഒരു ഭാവമായിട്ടുള്ള വിഷങ്കാസുരനെ മന്ത്രത്തിന്റെ ശക്തിയായ മനസ്സിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ വന്നിട്ടുള്ള നമ്മുടെ ആത്മബലം, അതാണ് മന്ത്രിണി ദേവി. മന്ത്രോപാസനയുടെ വിഷയം അവിടെയാണ്. ഇങ്ങനെയുള്ളത് എങ്ങനെ മാറും? മന്ത്രം ഉപാസിച്ച് 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 മുന്നോട്ട് പോകുമ്പോൾ ആ സാലോകനം ചെയ്ത് സാഗുണ്യത്തിലേക്ക് വന്ന് സാരൂപ്യത്തിലേക്ക് വന്ന് സായുജ്യത്തിലേക്കാവും, അല്ലെ? അപ്പൊ ദേവിയെ ആരാധിച്ച് ആ ഒരു ഈശ്വരോപാസന ചെയ്തു വരുമ്പോൾ മറ്റുള്ള സംഘങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അവിടെയാണ് വിരചിത എന്ന് പറയുന്നത്. അവിടെയാണ് യമനിയമാദി ഷട്കസമ്പത്തി എന്നൊക്കെ പറയുന്ന വേദത്തിലോ ഉപനിഷത്തിലോ തന്ത്രത്തിലോ ഒക്കെ. ഇപ്പൊ തന്ത്രം ചെയ്യാനിരിക്കുമ്പോ സാധാരണ ഒരു പൂജ ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും വെറുതെ കൊണ്ട് പൂജ കഴിച്ചാൽ പോരെ, പക്ഷെ പോരാ, ദേഹശുദ്ധി ചെയ്യണം. എന്തിനാ ചെയ്യണം? അതങ്ങനെയാണ്. ഇത്രേ പറയാൻ അറിയൂ. ശിവം ഭൂത്വാ ശിവം യജേൽ, ശിവനായി തീർന്നിട്ട് ശിവനെ പൂജിക്കാനാ പറയാം. ശിവനാവാൻ പറ്റുമോ? പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അനേക വിരുദ്ധമായിട്ടുള്ള ചലനങ്ങളും പ്രതിചലനങ്ങളെ കൊണ്ട് നമ്മൾ ഭൗതികമായിരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്താലും അതിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാവും. പൂജിക്കാൻ പോകുന്നത് പരമശിവനെയോ ഭഗവതിയെയാണ്. അപ്പൊ അവിടെ ആ ദേവിയിലേക്കുള്ള സംഘം എൻ്റെ ബോഡിയിലെ ഓരോരോ ഞരമ്പുകളിൽ ഓരോ നാഡികളിലും അത് തുടിച്ചാൽ മാത്രമേ എനിക്ക് ആ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് അറിഞ്ഞ ഋഷീശ്വരന്മാര് പ്രാണായാമം ചെയ്ത് ഞാൻ ബ്രഹ്മമാണ് എന്ന് സങ്കല്പിച്ച് ആ ബ്രഹ്മത്തിന്റെ ഉള്ളിൽ നിന്നും സൃഷ്ടമായിട്ടുള്ള ഏത് ദേവനെയാണോ പൂജിക്കണം ആ ദേവൻ തന്നെയാണ് ഞാൻ തന്നെ പൂജിച്ച് എൻ്റെ ആത്മാവിനെ ആരാധിച്ച് ഞാൻ പിന്നെ ഒരാളെയും തൊടാൻ പാടില്ല എന്നാണ്, ഒരാളെ ശരിക്കും നോക്കാൻ പോലും പാടില്ല എന്നൊക്കെയാണ്. അങ്ങനെ ദേഹശുദ്ധി ചെയ്താൽ മാത്രമേ, ആത്മാരാധന ചെയ്താൽ മാത്രമേ പിന്നെ തൻ്റെതായ ഈ ഭാവത്തെ മുഴുവനും ദേവനിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള മീഡിയ ആയിട്ടുള്ള ശംഖപൂരണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ ആ ഒരു പ്രത്യേക വസ്തുവിലേക്ക് ശിവനാണ് 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 എന്നുള്ള ഭാവത്തിൽ നിത്യം പമ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഉപാസന ചെയ്യുന്ന സമയത്ത് അതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ കയറി വരും. എവിടെയാ വരിക? മനസ്സിലാണ്. അപ്പൊ മനസ്സ് വിരചിതമാവണം, വേണ്ടവണ്ണം രചിക്കണം. ആ രചിക്കേണ്ട രീതിയാണ് മന്ത്രിണി എന്ന ദേവി ചെയ്തത്. മനസ്സ് ബലമുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ശ്രീ വേദവ്യാസ മുനി പറഞ്ഞു, ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതി. അതിശക്തമായ ഇന്ദ്രിയ കൂട്ടങ്ങൾ, കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി തുടങ്ങിയിട്ടുള്ള ആ ഒരു പഞ്ചേന്ദ്രിയങ്ങളും അതിന്റെ ജ്ഞാനം, കാണുക കേൾക്കുക മണക്കുക സ്പർശിക്കുക എന്നൊക്കെ പറയുന്ന ആ 5 ജ്ഞാനേന്ദ്രിയങ്ങളും ശക്തമാണെങ്കിൽ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും പരമഹംസ പദവിയിലെത്തി എന്ന് പറഞ്ഞാലും അവനെയും ആകർഷിച്ച് കീഴ്പ്പെടുത്തും. അതാണ് വിഷങ്കൻ. ഒരു കഥയുണ്ട്, എല്ലാം പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് എല്ലാം ഉള്ളിലേക്ക് തറയ്ക്കണം. ഇതൊരു സത്സംഗമാണ്. വിഷംഗഭാവം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പൊ ആ ഒരു ഭാവം പറയുമ്പോൾ ഇത് ശക്തമായി പറഞ്ഞില്ലെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നുണ്ട്. പണ്ടുള്ള കാലങ്ങളില് വേദവ്യാസനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഏതൊരു പ്രമാണവും ഒരു നിയമം സമൂഹത്തിലേക്ക് ഇങ്ങനെയാണ് എന്ന്, അല്ലെ, ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ഇതൊരു പ്രമാണമാണ്. അത് ജനങ്ങൾ അംഗീകരിച്ച് എത്ര വട്ടം ചർച്ച ചെയ്തിട്ടുണ്ടാവും. ശങ്കരാചാര്യ സ്വാമികൾ ഇതുമാത്രം യാത്ര ചെയ്തിട്ടുണ്ട് വേദാന്തം ഈ അദ്വൈതം പ്രചരിപ്പിക്കാനായിട്ട്. അത് ദ്വൈതമായാലും വിശിഷ്ടാദ്വൈതമായാലും അവരൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭാവന, ഉപാസന കൊണ്ട് പ്രപഞ്ചത്തിന്റെ സത്യം അറിഞ്ഞവർക്ക് ചില ചിന്തകൾ, ഒരു പ്രമാണങ്ങളൊക്കെ തോന്നുമ്പോൾ അത് അതേപോലെയുള്ള അതീവ ശ്രേഷ്ഠന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ളവരുടെ മുമ്പില് അവതരിപ്പിക്കണം. അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതില് ഭൂരിപക്ഷം, ഇന്നത്തെ നിയമസഭ പോലെ പാർലമെന്റ് പോലെ ഭൂരിപക്ഷം ഒന്നും പോരാ, 100ൽ 100 പേരും ഓക്കെ എന്ന് പറഞ്ഞാലേ ആ പ്രമാണം വേദപ്രമാണമായിട്ട് മാറും. അങ്ങനെ ഇരിക്കെ അതീവ ഗംഭീര പണ്ഡിതന്മാരൊക്കെയാണ്. ഒന്ന് സങ്കല്പിച്ചാൽ പരമഹംസവാദത്തിൽ എത്തും എന്ന് പറയുന്ന ആൾക്കാർ വരെയുള്ള അത്യധികം ജ്ഞാനികളായിട്ടുള്ള ആ സഭയില് ഒരിക്കൽ വേദവ്യാസ മുനി ഒരു പ്രമാണം അവതരിപ്പിച്ചു. ഇത് പറയുമ്പോൾ ഈ ലളിതാശാസ്ത്രം പഠിപ്പിച്ചാൽ പോലെ ഇതൊക്കെ പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുന്നില്ല എന്നുള്ളത് പറയും. കാരണം
ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളിലുള്ള അത്രയും ഗംഭീരമായിട്ടുള്ള തത്വങ്ങളുണ്ട്. അത് വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഈ വിഷങ്കനെ കുറിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ചും വിശുക്കറിനെ കുറിച്ച് പ്രത്യേകിച്ചും അത് അവനവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. വിരുദ്ധമായ സംഘമാണ് മക്കൾക്കുള്ളത്. ഇന്നത്തെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും വിദേശ പഠനവും എത്ര പെൺകുട്ടികളാണ് വഴിപഴിച്ച പോണെ. എത്ര പേരെ ഞാൻ നേരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഭർത്താവും ഭാര്യയും ഒക്കെ എല്ലാവരും ഏതൊക്കെയോ വഴിയിലൂടെ വിരുദ്ധമായ സംഘത്തിലേക്ക് പോവാ. അതിന് കാരണം ഇന്ദ്രിയങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിന്റെ ചലനം കൊണ്ട് ബുദ്ധി ദുർബുദ്ധിയാവും, സൽബുദ്ധിയാവും. അതൊക്കെയാണ് അർജുനനും കൃഷ്ണനും രഥവും 5 കുതിരകളൊക്കെ അതിന്റെ അർത്ഥം അതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സഭയില് എല്ലാവരും എന്തോ വേദവ്യാസനാണ്, സാധാരണ ഒരാളല്ല. എത്ര ആലോചിച്ചിട്ടുണ്ടാവും, അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എനിക്കെന്നൊരു ഫയൽ അവതരിപ്പിക്കാനുണ്ട്, പറഞ്ഞോളാൻ പറഞ്ഞു. എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു, ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാം സമപി കർഷതി എന്ന് പറഞ്ഞു. ബലവത്തായ ഇന്ദ്രിയ കൂട്ടങ്ങൾ എത്ര വലിയ വിദ്വാനാണെങ്കിലും അവനെയൊക്കെ ആകർഷിച്ച് തറ പറ്റിക്കും. എല്ലാവരും കുറച്ചു നേരം അതിനെക്കുറിച്ച് ആലോചിച്ചു. സാധാരണ നമ്മളെപ്പോലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. എല്ലാവരും ശരിയാണ്, സത്യമാണ്, എല്ലാവരും അനുഭവമാണ്. എല്ലാവർക്കും അവരുടെ ഉപാസനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ അങ്ങനെ ഒരു അനുഭവം ഇല്ലാതെ ഒരു സാധകനും ഉണ്ടാവില്ല. അപ്പൊ അതിലൊരു വലിയൊരു ജ്ഞാനി താടിയൊക്കെ വളർത്തി ഇങ്ങനെ പൂർണ്ണമായും ആ ബ്രഹ്മത്തിൽ ലയിച്ചപ്പോൾ ഇരിക്കുന്ന ഒരു ജ്ഞാനി പറഞ്ഞു, എനിക്ക് സമ്മതമല്ല. അപ്പൊ വേദവ്യാസം എനിക്കത് അത് ചെയ്യാൻ പറ്റില്ല. അത് ഓക്കെ പറഞ്ഞ അത് സമൂഹത്തിലേക്ക് ആ ഒരു തിയറിയെ അല്ലെങ്കിൽ ആ പ്രമാണത്തെ അംഗീകരിച്ച് ലോകത്തിന് വേണ്ടി ഉപദേശിക്കാൻ സാധ്യമല്ല ആർക്കും. ഇത് പ്രമാണം അംഗീകരിച്ചാൽ എല്ലാ ജ്ഞാനികളും ഇത് പറയും എല്ലാവരും. അപ്പോ പലരും ചോദിച്ചു, എന്തേ അങ്ങേക്കിത് സത്യമല്ലേ പറഞ്ഞത്, അങ്ങേക്ക് എന്തോട്? അതൊക്കെ സത്യമൊക്കെ ആയിരിക്കാം. എത്ര വലിയ വിദ്വാനാണെങ്കിലും ആ വിദ്വാനെ ആകർഷിക്കും എന്ന് പറഞ്ഞതാണ് എനിക്ക് സമ്മതിക്കാത്തത്. കാരണം എന്നെ ബാധിക്കില്ല, എന്റെ അനുഭവമാണ്. എത്ര വലിയ സാഹചര്യം ഉണ്ടായാലും ആ ഒരു വിരുദ്ധമായ സംഘത്തിലേക്ക് പോയിട്ട് വിഷങ്കാസുരന്റെ ആ ഒരു പിടിയില് ഞാൻ പെടില്ല. അപ്പൊ എനിക്കത് ബാധകമല്ല. അപ്പൊ പിന്നെ ഈ പ്രമാണാവോ? പ്രപഞ്ചത്തിലെ ഒരാൾക്കെങ്കിലും അത് ബാധകമല്ലെങ്കിൽ പ്രമാണാവില്ല. എല്ലാവരും അങ്ങനെയാണെങ്കിൽ വേണ്ട, അങ്ങ് ആ തലത്തിൽ എത്തിക്കാണുമായിരിക്കും, നമുക്ക് ആ പ്രമാണം അംഗീകരിക്കണ്ട. എല്ലാവരും അംഗീകരിക്കാതെ വിട്ടു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. ഈ പടുവൃദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ വൃദ്ധയോഗിയായിട്ടുള്ള അദ്ദേഹം ഒരു കൊടുങ്കാട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ആ കൊടുങ്കാടിന്റെ നടുക്ക് ഒരു ചെറിയ കുടില് കെട്ടി അവിടെ ഫലമൂലാദികൾ ഭക്ഷിച്ച് ആരോടും പ്രത്യേകിച്ച് ബന്ധമില്ലാതെ ഉപാസന ജീവിക്കുന്ന ഒരു മഹർഷി. അങ്ങനെ ഒരിക്കൽ ഒരു നല്ലോണം രാത്രിയായി ഇരുട്ടായപ്പോ അതിശക്തമായ മഴ പെയ്തു. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനാമി പോലെ, ഒരു 100 സുനാമി വന്നാൽ എത്ര വെള്ളം ഉണ്ടാകും അതുപോലെ മഴ കയറി വന്ന് ഇടിയൊക്കെ ആയിട്ട് മലകളൊക്കെ ഇടിഞ്ഞു പോകാൻ തുടങ്ങി. ഇത് പിന്നെ വലിയൊരു ഉയരത്തിലായതുകൊണ്ട് കാടിന്റെ നടുക്കായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഗ്രാമങ്ങളൊക്കെ ഒഴുകി പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്, ഇത് ഈ ഭൂമിയെ തന്നെ കളയൂലോ, ആരൊക്കെ എങ്ങനെയൊക്കെയാ ഇവിടത്തേക്ക് ഇനി വരുന്നോ വെള്ളം? ഇത്രയും വലിയ മഴയാണെങ്കിൽ ഈ ആശ്രമവും പോകും, പ്രകൃതിയുടെ ഒരു ലീല. അദ്ദേഹം അതിലൊന്നും വിഷമിച്ചില്ല. അങ്ങനെ ഇടിയും മഴയും ഒക്കെ ആയിട്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് ആ കാട്ടിലേക്ക് ആരോ ഓടി വരുന്നത് പോലെ അദ്ദേഹം അദ്ദേഹം ശ്രദ്ധിച്ചു, ആരാണ് ഈ ഇത്രയും വലിയ മഴയില് ധൈര്യത്തോടുകൂടി കാട്ടില് രക്ഷിക്കണേ എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം ഇതൊരു സ്ത്രീ ശബ്ദമാണല്ലോ. അപ്പം അദ്ദേഹം നോക്കിയത് ആരാണ്? അവിടെ ഒരു ചെറിയൊരു വിളക്കൊക്കെ ഉള്ളൂ, കുടിലാണ്, ഒരു വരാന്തയും ഒരു മുറിയും ചെറിയൊരു അടുക്കളയൊക്കെ ഉള്ളൂ. ഓടി ഓടി ഇവിടെ ഒരു വിളക്ക് കണ്ടതുകൊണ്ട് ഓടി വരിക സ്ത്രീ. ഓടി വന്ന് ആശ്രമത്തിന്റെ മുറ്റത്ത് വന്ന് മഴ നനഞ്ഞു നിന്നപ്പോ അദ്ദേഹം അകത്തേക്ക് കയറിയിട്ട് മഴ നനയണ്ട, ആരാണ് കുട്ടി, ആരാണ്? കണ്ടിട്ട് വലിയൊരു കുടുംബത്തിലെ രാജകുടുംബത്തിലെ കുട്ടിയാണെന്ന് തോന്നണല്ലോ. ഒരു രാജ്ഞിയെ പോലെ ഇരിക്കുന്ന അതിസുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്.
യുവതിയാണ്. എന്തു പറ്റി? അപ്പൊ ആ കുട്ടി പറഞ്ഞിട്ടാണ് അറിയുന്നത്, ഞങ്ങളുടെ ഗ്രാമം മുഴുവനും വെള്ളത്തിൽ ഒലിച്ചുപോയി. അച്ഛൻ എവിടെയാണെന്നറിയില്ല, അമ്മ എവിടെയാണെന്നറിയില്ല, രാജകൊട്ടാരം എവിടെയാണെന്നറിയില്ല. ഞങ്ങൾ വളരെ വളരെ സമൃദ്ധമായി ജീവിച്ചിരുന്നവരാണ്. പ്രകൃതിയുടെ ഈ ക്ഷോഭം കൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് എന്തൊക്കെയോ ഓടി ഓടി എവിടെയൊക്കെയോ എത്തി. അവസാനം ഈ കാട്ടിൽ വന്ന് പെട്ടു. ഇവിടെയാണെങ്കിൽ ഹിംസ്ര ജന്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് പേടിച്ച് പേടിച്ച് നനഞ്ഞ് ഒലിച്ച് എന്റെ കയ്യിൽ ഒന്നുമില്ല. കുറെ നേരമായി ഞാൻ ഓടുന്നു. അപ്പോഴാണ് ഒരു ചെറിയ വെളിച്ചം കണ്ടപ്പോ ഞാൻ ഒരു ആശയം കൊണ്ട് ഓടി വന്നതാണ്. അപ്പൊ ഋഷി പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഇവിടെ ഒരു ദുരിതം ഉണ്ടാവില്ല. ഞാൻ ഇന്ന ആളാണ്. എല്ലാം മഴയൊക്കെ ശാന്തമായി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. തൽക്കാലം ഈ രാത്രി ഇവിടെ നീ കഴിച്ചു കൂട്ടാം എങ്ങനെയെങ്കിലും. ശരി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഈ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞതാണ്, അതുകൊണ്ട് നീ അകത്ത് പോയിട്ട് വസ്ത്രമൊക്കെ പിഴിഞ്ഞു കൊടുക്കുക. അവിടെ വേറെ വസ്ത്രമൊന്നുമില്ല. അതൊക്കെ പിഴിഞ്ഞ് തലയൊക്കെ തോർത്തി, ഞാൻ കഴിക്കാനായിട്ട് വെച്ചിരുന്ന ഫലമൂലാദികൾ അകത്തിരിപ്പുണ്ട്, അത് നീ കഴിച്ചോളൂ. ഇന്ന് എനിക്ക് വ്രതമായാലും കുഴപ്പമില്ല. എന്നിട്ട് നീ അകത്ത് ഒരു പായ വിരിച്ച്, പായുണ്ട്, ആ പായിൽ വിരിച്ച് കിടക്കാൻ, ഞാൻ പുറത്ത് ഈ വരാന്തയില് കട്ടിലെടുത്തിട്ട് ഞാൻ അവിടെ കിടന്നോളാം. സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോളൂ, വെള്ളം ഇങ്ങോട്ടൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സത്സംഗമൊക്കെ ചെയ്ത കുട്ടിയെ നല്ല രീതിയിൽ ഒരു ആശ്വാസം കൊടുത്തു. അത്രയും യോഗ്യനാണ്. അങ്ങനെ ആ കുട്ടി ഒരു പായ വിരിച്ച് നനഞ്ഞ തുണിയാണെങ്കിൽ കുറച്ചു നേരമൊക്കെ അതൊക്കെ അവിടെ വാതിലടച്ച് ഉണക്കി ഒരുവിധാക്കി അവിടെ ആ പായയിൽ കിടന്നു. ഇദ്ദേഹം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പുറത്ത് കയറുകൊണ്ട് കെട്ടിയ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലില് അദ്ദേഹം കിടന്നു. അപ്പൊ അദ്ദേഹം കിടന്നിട്ട് അദ്ദേഹം ആലോചിക്കുകയാണ്, പ്രകൃതിയുടെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു കോപം, എന്തെങ്കിലും വലിയ ദുരന്തം വരാനുണ്ടാവും. ഇങ്ങനെ അദ്ദേഹത്തിന് ചിന്തിച്ചപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ചിലും എന്നൊരു ശബ്ദം കേട്ടു. എന്തോ ഒരു ചെറിയൊരു ചെലങ്ക ഒക്കെ കിലുങ്ങുന്നൊരു ശബ്ദം. അദ്ദേഹം കുറെ നോക്കിയപ്പോൾ ഇപ്പോഴും വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള സംശയത്തില്ല. പിന്നെ കേട്ടില്ല. പിന്നെ അദ്ദേഹം വീണ്ടും ഇങ്ങനെ കിടന്ന് പല 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 കാര്യങ്ങളും. ഈ കുട്ടി ഇവിടെ വന്ന് നന്നായി. വേറെ ഏതെങ്കിലും ഗ്രാമങ്ങളോ വ്യക്തികളോ ഉണ്ടോന്ന് അറിയില്ല. വേറെ എവിടെയെങ്കിലും പോയ ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ആരുടെയെങ്കിലും കയ്യിൽ അകപ്പെട്ടാൽ, ഇത്രയും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്? എന്നാലും ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ വീണ്ടും ചെന്ന് കേട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് പുറത്തുനിന്നല്ല, ഈ ആശ്രമത്തിൽ നിന്ന് തന്നെയാണ്, കുടിലിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് അകത്തേക്ക് നോക്കിയപ്പോ ഈ കുട്ടി ചെരിഞ്ഞു കിടക്കാണ്. ഈ യുവതി, ആ യുവതിയുടെ കാലിലെ വളരെ വില പിടിച്ച വലിയ പാദസരമുണ്ട്, കിലുങ്ങുന്ന പാദസര. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടക്കുമ്പോ ആ കാല് മാറുമ്പോ കാലിലെ ആ പാദസരം കിലുങ്ങുന്ന ശബ്ദമാണ്. ഓ, അതാണ്. കുറെ വലിയ കുടുംബത്തിലെ ആയിരിക്കും, ഇത്രയൊക്കെ ആയാലും ആ പാദസരം അഴിഞ്ഞു പോയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പുറത്ത് കിടന്ന് പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, വിശപ്പ് മാറി കാണുമായിരിക്കും. ഇങ്ങനെ പല ചിന്തകളും വന്ന് ഇടയ്ക്ക് പോയി നോക്കും ആ സ്ത്രീയെ, വീണ്ടും വന്ന് കിടക്കും. അവസാനം അദ്ദേഹം ആലോചിച്ച്, ഞാൻ ഒരുപാട് പറയാൻ സമയമില്ല, ചിന്തിച്ചു പറഞ്ഞു, ഇതിപ്പോ എന്റെ അടുത്തായത് കൊണ്ട് ഈ കുട്ടി രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഒറ്റയ്ക്കാണ്, ഈ ലോകമൊന്നും അറിയാൻ പോണില്ല എന്ത് സംഭവിച്ചാലും. ഒരു പുരുഷനും സ്ത്രീയും ഇത്രയും കൂരാക്കൂരിട്ടിട്ട് കാട്ടിനകത്ത ഒരു കുടിലില് എന്ത് സംഭവിച്ചാലും ആരറിയാൻ? ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അദ്ദേഹം അകത്ത് പോയിട്ട് ആ കുട്ടിയുടെ കഷ്ടപ്പാടൊക്കെ ഓലോചിച്ച് ആ കുട്ടി കിടക്കുന്നതിന്റെ അടുത്ത് പോയി കുറച്ചു നേരം നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ പായയുടെ അവിടെ ഇരുന്നിട്ട് കുട്ടി ഉറങ്ങണ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്ന് ഈ കുട്ടി ഒന്ന് തൊട്ടാലോ, അല്ലെങ്കിൽ ആ കുട്ടിയോട് ഒരു കാമഭാവത്തോടെ എന്തെങ്കിലും സംസാരിച്ചാലോ പ്രവർത്തിച്ചാലോ ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകമൊന്നും അറിയാൻ പാടില്ല, ഒരു തെറ്റുമല്ല. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അദ്ദേഹം അവിടെ ആ പെൺകുട്ടിയുടെ, ആ യുവതിയുടെ അടുത്തിരുന്ന് പതുക്കെ അതിന്റെ കൂടെ അങ്ങോട്ട് കിടന്നു. ഒരുപാട് വേണമെങ്കിൽ വിശദീകരിച്ച് പറയാം ഇത്. എന്നിട്ട് അദ്ദേഹം ഞാൻ ഇങ്ങനെ കിടക്കാനൊന്നും പാടില്ല, എന്താ ഞാൻ ചെയ്യുന്നു ഈശ്വര എന്ന് പറഞ്ഞ് വേറെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഉറക്കമില്ലാണ്ടായി, വേറൊരു അവസ്ഥയിലെത്തി. അദ്ദേഹം പിന്നെ ആരറിയാൻ എന്നൊക്കെ പറഞ്ഞ് ആ യുവതിയുടെ അടുത്ത്, രാത്രിയാണ്, കൂരിരുട്ടാണ്, കിടന്നിട്ട് അദ്ദേഹം ഒരു കൈയെടുത്ത ആ യുവതിയുടെ ശരീരത്തിലേക്ക് കെട്ടിപ്പിടിക്കുന്ന പോലെ അങ്ങനെ വെച്ചപ്പോ ചാടി എഴുന്നേറ്റു ആ സ്ത്രീക്ക്. ഇദ്ദേഹം പേടിച്ചുപോയി. രണ്ടുപേരും എഴുന്നേറ്റിരിക്കുക പായല്. അപ്പൊ ഒരു ശബ്ദം, ഇപ്പൊ സമ്മതിക്കാമോ ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമഭികർഷതി. വേദവ്യാസനായിരുന്നു ഈ കൊടും മഴ ഉണ്ടാക്കിയത്.
സ്ത്രീയായി വന്നത്, ഇയാളുടെ ഉള്ളിൽ പണിയൊക്കെ കൊടുത്ത് അവസാനം പറഞ്ഞു അങ്ങായിരുന്നോ? ആ ഞാനാണ്. ഇപ്പൊ സമ്മതിക്കാവോ? നമുക്ക് പാസ്സാക്കാമോ? 100% പാസ്സാക്കാമോ? അങ്ങനെ ആ വേദാന്ത തത്വം അല്ലെങ്കിൽ ആ ശരിക്കും പ്രായോഗിക തത്വം ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം, ഒരു തിയറി ശരിയാക്കാൻ വേണ്ടി പ്രകൃതിയെ പോലും ആജ്ഞാവർത്തിയാക്കി അദ്ദേഹത്തിന്റെ ഉള്ളിൽ വേണ്ടാത്ത ചിന്ത ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും മുഴുവനും ഉണ്ടാക്കി പെടുത്തി സമ്മതിപ്പിച്ചു. നമ്മുടെ ഋഷീശ്വരന്മാർ അങ്ങനെ ചെയ്തു. അപ്പൊ ആ വ്യക്തിക്ക് അങ്ങനെ വരാമെങ്കിൽ നമുക്കൊക്കെ എത്ര 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 വരാം. സാഹചര്യമാണ് എന്ന് പറയൂലേ നമ്മള്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി. സാഹചര്യത്തിന്റെ സൃഷ്ടി ആരാ? അമ്മ ആരാ? ചിന്തയാണ്. ചിന്ത വന്നില്ലെങ്കിൽ സാഹചര്യം ഉണ്ടാവില്ല. നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ടൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പൊ ചിന്താനാശമാണ് മുക്തി. പറയാറില്ലേ, ചിത എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കൂ. അതിന്റെ നടുക്കൊരു പൂജ ഇടുക. ചിതയുടെ ആ ചീയ ഇങ്ങോട്ട് മാറ്റിയിട്ട് തായ ഇങ്ങോട്ട് മാറ്റി നടുക്കൊരു പൂജ ഇടുക. അപ്പൊ ചിന്താനായി. ചിന്ത ജന്മങ്ങൾ നശിപ്പിക്കുന്നു. ചിത നമ്മൾ കത്തിച്ച് കളയുള്ളൂ. പക്ഷെ ചിന്ത എങ്ങനെയല്ല. അതുകൊണ്ട് ചിന്തയാണ് ശ്രദ്ധിക്കേണ്ടത്. ചിതയെ പേടിക്കണ്ട, ചിന്തയാണ് പേടിക്കേണ്ടത്. ആ ചിന്തകളിലൂടെയാണ് നമുക്ക് സാഹചര്യം വന്ന വിരുദ്ധമായ സംഘത്തിലേക്ക് പോവാം. അങ്ങനെ പോയാൽ അത് ശരിയായ തത്വത്തെ മറയ്ക്കും എന്നുള്ളത് കൊണ്ട് ആ വിരുദ്ധമായ സംഘത്തെ മന്ത്രത്തിന്റെ മനസ്സിന്റെ ശക്തിയായിട്ടുള്ള അതിന്റെ രൂപിണിയായ മന്ത്രിണി ദേവി ആ വിരുദ്ധമായ സംഘത്തെ നശിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു ഉപാസകനെ സംബന്ധിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഈ ഒരു തത്വം തെളിയിക്കാൻ വേണ്ടി അനേകം പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും കഥയൊക്കെ ഉണ്ട്. അപ്പൊ മന്ത്രിണി ദേവിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സംഗീത ദേവതയാണ് പറഞ്ഞിരുന്നു. രാജമാതങ്കി എന്നൊക്കെ പറഞ്ഞു. സംഗീതത്തിന്റെ ഗുണം അതാണ്. സംഗീതം ഉപാസിച്ചാൽ മനസ്സിന്റെ അല്ലെങ്കിൽ സംഗീതം കേൾക്കുമ്പോൾ എത്ര വലിയ ഭീകരവാദിയാണെങ്കിലും സംഗീതത്തിന്റെ ഒരു അംശം ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അവൻ വേറൊരു ലെവലിലേക്ക് എത്തും. സമ്യക്കാകുമെന്നുള്ള ഗീതമാണ്. അപ്പൊ അതാണ് സരിഗമ പഥനിസ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സരിഗമ പഥനി എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ ബലം. ആ ഒരു സപ്താക്ഷരിയെ കൊണ്ടു നടക്കുന്നവളാണ് രാജമാതങ്കി എന്ന് പറയുന്ന മന്ത്രിണി ദേവി. അതായത് സംഘം എന്ന് പറയുന്ന ആ സംഘത്തെ, വിരുദ്ധമായ സംഘത്തെ സത്സംഗമാക്കുന്ന, സംഘത്തെ സംഗീതമാക്കുന്ന ദേവിയാണ്. അപ്പൊ നമുക്ക് സംഗീതം വേണ്ടവണ്ണമുള്ള ഗീതം, അത് വേദമാവാം, മറ്റുള്ള കീർത്തനങ്ങളാവാം. ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ ഭജനയുടെ പേരിലൊക്കെ നടക്കണേ അല്ലേ. ഈശ്വരനെ ഉപാസിക്കാനുള്ളൊരു സംഗതിയാണ്. അതിന്റെ പേരില് വിരുദ്ധമായിട്ടുള്ള സങ്കല്പങ്ങളും ചിന്തകളൊക്കെയാണ്. അപ്പോ ആ സംഗീതത്തിന്റെ മാതാവ് ആരാണെന്ന് വെച്ചാൽ നാദമാണ് അല്ലെ. അപ്പൊ കലുഷിതമായ നാദങ്ങളെ ഉപാസനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉപാസന ചെയ്താൽ, ഏതെങ്കിലും ഒരു മന്ത്രം ആയിക്കോട്ടെ, നമ്മളൊക്കെ നിസ്സാരമായിട്ട് തള്ളും. വേണ്ടവണ്ണം പുരസ്ചരണം പോലെ ഉപാസിച്ച് മുന്നോട്ട് പോയാല് തന്റെ സർക്കിളില് അതിന് വിരുദ്ധമായി ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ തന്നെ ഭാണ്ഡക്കെട്ടായിട്ട് വെച്ച പലതും നമുക്ക് വൈതരണികളായിട്ട് മാറും. അനേകം ഉപാസന പലപ്പോഴും പല രീതിയിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദുർദേവതകളായിട്ട് മാറും. അതുകൊണ്ടാണ് പൂജ കഴിക്കുമ്പോഴെല്ലാം താളത്രയാത് ദശദിഗ് ബന്ധനമൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. മറ്റൊരു സംഘം അവിടുന്ന് ദേവലോകത്തുനിന്ന് അസുര ഗന്ധർവ യക്ഷ പിതൃ നാഗരാക്ഷസ് ഇവിടെ നിന്നൊന്നും ഇങ്ങോട്ട് ഉണ്ടാവരുത്. ഒരു സംഘം, വിരുദ്ധമായ സംഘം ഉണ്ടായ ബുദ്ധിമുട്ടാണ്. അപ്പൊ സംഘം എന്ന് പറയുന്നത് സത്സംഗമാവാതെ ദുസ്സംഗമാവുമ്പോ അങ്ങനെയുള്ള സംഘത്തെ വേണ്ടവണ്ണം അതിന് എനർജി ഫോഴ്സ് കൊടുത്ത് സംഘത്തെ സംഗീതമാക്കുന്ന നാദസ്വരൂപിണിയാണ് അമ്മ. ആ അമ്മയാണ് മന്ത്രിണി ദേവി എന്ന് പറയാം. അതൊക്കെയാണ് വിഷ്ണുവിന്റെ കയ്യിലെ പാഞ്ചജന്യം എന്ന് പറയാറില്ലേ, ശബ്ദാണ്. ആ പഞ്ചജനൻ എന്ന അസുരനെ കൊന്നെടുത്തതാന്നൊക്കെയാണ്. അപ്പൊ എന്താണ് പഞ്ചം? പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രാണാപാനം വ്യാനോദാന സമാന പ്രാണങ്ങള്, ഇത് അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള നാദാണ്. അതാണ് പാഞ്ചജന്യത്തിന്റെ ഗുണം. അവിടുന്നാണ് പിന്നെ വൈഖരി,
അതിന്റെ തൊട്ട് പുറകിലായിട്ടുള്ള മധ്യമ, അതിന്റെ തൊട്ട് പുറകിലായിട്ടുള്ള പശ്യന്തി, പര. പിന്നെ പര, പശ്യന്തി, മധ്യമ, വൈഖരി ലളിതാ സഹസ്രനാമത്തിൽ വരുന്നുണ്ട്. അതാണ് നാദത്തിന്റെ ഇത്. അതിൽ ഉറക്കെ പറയുന്നതാണ് വൈഖരി എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ പറയുമ്പോഴും അത് വെറുതെ ഇവിടുന്ന് വരുന്നതല്ല, പരയിൽ തട്ടി പശ്യന്തിയിലൂടെ മധ്യമയിലൂടെ വൈഖരിയാവാണ്. അതൊക്കെ എന്തൊക്കെ ആയിപ്പോയാൽ ഈ പ്രപഞ്ച നിയമത്തിന്, പ്രകൃതി നിയമത്തിന് വിരുദ്ധമായ രീതിയിൽ ആയിപ്പോയാൽ അതിന്റെ ചലനം പ്രകൃതിയിലും ബാധിക്കും. അതുകൊണ്ടാണ് കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവന്മയമെന്ന് ഒർക്ക സമസ്തം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നതൊക്കെ മാറ്റാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു സാധകൻ, ഒരു ഉപാസകൻ വെറുതെ ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞതൊക്കെ ഫലിക്കുന്ന. അതെങ്ങനെയാ ഫലിക്കുന്ന? ഭഗവാൻ വന്നിട്ട് ഭഗവതി ഒന്നും ചെയ്യലല്ല. പ്രകൃതിയുടെ ആ എനർജിയും നമ്മൾ പറയുന്നതായിട്ട് ഒരുമിച്ചുണ്ടാവുന്ന ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു സാധകൻ ദോഷമായിട്ട് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും അത് സംഭവിക്കും. അതൊക്കെ സംഘത്തിന്റെ വിഷയമാണ്. അപ്പൊ പ്രപഞ്ചവുമായിട്ടുള്ള ശരിയായ സംഘത്തിലേക്ക് പോകുമ്പോഴാണ്, അതിനൊക്കെയാണ് പ്രസംഗം എന്നൊക്കെ പറയേണ്ടത്. ആ പോവാൻ വിരുദ്ധമായിട്ട് നമ്മളെ നയിക്കുന്ന നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകൾക്ക് കാരണം മനസ്സാണ്. ഈ മനസ്സ് എവിടെയാണ് എന്ന് ആലോചിച്ചാലാണ് വിശുക്രപ്രാണഹരണവാരാഹി ബീജ നന്ദിത. അവിടെ നന്ദിത എന്നാണ്. ഇവിടെ തോഷിത എന്നാണ്, സന്തോഷം ഉണ്ടായി. പക്ഷെ മറ്റത് നന്ദനമാണ്, കുറച്ചും കൂടി സന്തോഷത്തിന്റെയും സൂക്ഷ്മാവസ്ഥയാണ്. അപ്പോ വിരുദ്ധമായ സംഘം മാറിയാലും വിശുക്രൻ ഉണ്ടാവും. ഇടത്തെ തോളിലൂടെ ഉണ്ടായിരുന്ന ആ വാമം എന്ന് പറയുന്ന വാമമാർഗം, തെറ്റായിട്ടുള്ള മാർഗം എന്നൊക്കെ പറയുന്ന അതിലൂടെ നമ്മളെ നയിക്കുന്ന, പ്രദക്ഷിണമല്ലാതെ അപ്രദക്ഷിണമായിട്ട് നമ്മളെ നയിക്കുന്നതായിട്ടുള്ള വിഷങ്കാസുരന്റെ ആ ശക്തി, അല്ലെങ്കിൽ വിരുദ്ധ സംഘത്തെ ഒരു സാധകൻ അകറ്റുമ്പോ അതെന്താ, മനസ്സൊക്കെ നേരെയായി. ആ യോഗി പറഞ്ഞ പോലെയാണ്, എനിക്കൊരിക്കലും ഒരു സാഹചര്യവും എന്നെ തടുക്കില്ല, ഞാൻ മുന്നോട്ട് പോകും, എന്നെ തളർത്താൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഇന്ദ്രിയ കൂട്ടങ്ങള്, അത് വലിയൊരു അസുര സമൂഹമാണ്, ഇവിടെ എന്നും കൂടെ നടക്കുന്നവരാണ്. അതില്ലാണ്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ആ വിഷംഗഭാഗം, വിഷമായിട്ടുള്ള സംഘമൊക്കെ മാറ്റി സത്സംഗത്തിലൂടെയൊക്കെ വന്ന് നല്ല ലക്ഷ്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാലും ആ വിഷംഗഭാവം അല്ലെങ്കിൽ വിരുദ്ധമായ സംഘഭാവം ഉണ്ടാക്കിയതിന്റെ കാരണഭൂതമായ ഒരു സംഗതി ഓരോ സാധകന്റെയും മനുഷ്യന്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അങ്ങനെയാ. ഒരു ചിന്ത വന്നാൽ, അത് ആഗ്രഹം വന്നാൽ, അത് സാധിക്കുന്നവരെ കിടന്ന് കരയിലോ, സാധിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കലും, ഒരു എന്തിനാണ് അതൊന്നും അറിയില്ല, ഒരു യാത്ര, അത്രയേ ഉള്ളൂ. പക്ഷെ ആധ്യാത്മികതയില് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ അബദ്ധമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ മാറിയാലും നമ്മുടേതായിട്ടുള്ള ജീവിതചര്യ കൊണ്ട് വീണ്ടും അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, വിഷങ്കനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എനർജി ഫ്രീക്വൻസി ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒന്ന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതാണ് വിശുക്രൻ എന്ന് പറയുന്ന അവസ്ഥ. അതെന്താണ്? വിശുക്ര പ്രാണഹരണ, വധമല്ല അവിടെ. വിശുക്രന്റെ പ്രാണനെ ഹരിച്ചു. ആരാണ്? വാരാഹി. ഇവിടെ ഈ മന്ത്രിണി എന്ന് പറയുന്ന ആ അവസ്ഥയില് സത്വമായിട്ടുള്ള സംഘമാണ് ബ്രഹ്മതത്വം എന്നുള്ളത്. ആ ബ്രഹ്മഭാവത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് അതിനെ സത്സംഗാക്കുക. എന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് ഇല്ലാതെ ആവലെ. നമുക്കൊക്കെ ചില സമയത്ത് ഈശ്വര ഭക്തി കുറയും, എനിക്കിന്ന് വയ്യ എന്ന് പറയും. എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഈശ്വരീയ കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഭൗതികമായ ഒരു വലിയൊരു കാര്യം ഇപ്പഴ നടന്നാൽ നമ്മൾ അങ്ങോട്ട് പോകും. എല്ലാവർക്കും ഉള്ളതാണ്, അതൊന്നും മാറ്റാൻ പറ്റില്ല. ഒരു ബ്രഹ്മഭാവം കൊണ്ട്, മന്ത്രഭാവം കൊണ്ട് മനസ്സിന്റെ ഭാവം ഉയർത്തി ഞാൻ എന്ന് പറയുന്നത് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ഭാവത്തിലേക്ക് മനസ്സിനെ ഉണർത്തി കൊണ്ടുവരുമ്പോഴാണ് വിഷങ്കൻ എന്നുള്ള ഭാവം മാറുക. എന്നാല് വിശുക്രനെ കൊല്ലണമെങ്കിൽ വാരാഹിക്കേ പറ്റൂ. ബ്രഹ്മാസ്ത്രം കൊണ്ടാണത്രേ മന്ത്രിണി ദേവി വിഷങ്കനെ കൊന്നത്. ലളിതോപാഖ്യാനം. ബ്രഹ്മാസ്ത്രം, ബ്രഹ്മഭാവം കൊണ്ട്. പക്ഷേ വാരാഹി വിശുക്രനെ കൊന്നത് മുസലം കൊണ്ടാണ്, ഒലക്ക കൊണ്ടാണ്. വാരാഹിയുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധമാണ്
ഒലക്ക, അതുകൊണ്ടുള്ള അടിയാണ് ശത്രുവിനെ നശിപ്പിക്കാതെ പറയും. ആ മന്ത്രം ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോ. ആ ഒലക്ക കൊണ്ട് അടിക്കുന്ന 4 തരത്തിലുള്ള അടിയുടെ ശബ്ദം പോലും ആ മന്ത്രത്തിലുണ്ട്. അപ്പൊ അത് ഇവിടെ എന്താണ്, വിശുക്രന്റെ പ്രാണനെ ഹരിച്ച വാരാഹിയുടെ വാരാഹി വീര്യ നന്ദിത. അവിടെയാണ് വളരെ, എത്ര ദിവസം പറഞ്ഞാലും മതിയാവില്ല, ഞാൻ സമയമായി. വിശുക്രൻ എന്ന് പറയുന്ന ആ ഒരു ഭണ്ഡാസുരന്റെ വലത്തെ തോളിൽ നിന്നും ഉത്ഭവിച്ച വിഷങ്കൻ എന്ന് പറയുന്ന ഒരു വിശുക്രനെ ഒരുപാട് വ്യാഖ്യാനിക്കാനുണ്ട്. ആ വിശുക്രന്റെ പ്രാണനെ പിന്നെ അത് ഉണ്ടാവാൻ പാടില്ല. പ്രാണന് കൊന്നു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കാം, പക്ഷെ പ്രാണനെ ഹരിച്ചു, ഇങ്ങോട്ട് എടുത്തു. ആര്? വാരാഹി. വാരാഹിയോടാണ് സന്തോഷം. വാരാഹി വീര്യനന്ദിത. വാരാഹിയുടെ വീര്യത്തിൽ, നമ്മൾ വീര്യം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എടുക്കുക? ഭയങ്കര വീരനാണ്, നല്ല വീര്യവാനാണ്. അങ്ങനെ എടുത്താലും വിരോധമൊന്നുമില്ല. സാധാരണ യുദ്ധത്തിന്റെ രീതി പറഞ്ഞാൽ വിഷങ്കനെ മന്ത്രിണി ദേവി ബ്രഹ്മാസ്ത്രം കൊണ്ട് അങ്ങോട്ട് കൊന്നു. അപ്പോഴാണ് ദണ്ഡനാഥയായ വാരാഹി മുസലം കൊണ്ടുവന്നിട്ട് വിശുക്രന് പ്രാണനോട് ഹരിച്ചു. കഥ കഴിഞ്ഞു. പക്ഷെ അത് ലളിതാ സഹസ്രനാമത്തിൽ പറയേണ്ട വല്ല കാര്യമുണ്ടോ? പഠിക്കുമ്പോ അങ്ങനെ കൂടെ പഠിക്കണം, നിസാരല്ല. അപ്പൊ ഈ വീര്യം എന്താണ്? സന്തോഷവും തോഷിത നന്ദിത എന്ന് പറയുന്ന തോഷിത ഭാവം എന്താണ്, നന്ദഭാവം എന്താണ്? അവിടേക്കാണ് കൃഷ്ണന്റെ അവിടെ വൃന്ദാവനം, നന്ദനന്ദനൻ, നന്ദഗോപർ, ഇതൊക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ളത്. ആനന്ദം നന്ദമാണ്, സന്തോഷമല്ല. സന്തോഷം സങ്കടം ഉണ്ടാക്കും. ആനന്ദത്തിന് അപ്പുറത്ത് വേറെ ആമയം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഇവിടെ നന്ദനമായി, അമ്മയ്ക്ക് നല്ല ആനന്ദമായി. എന്തിലാണ്? വീര്യത്തിൽ. അപ്പൊ ആ വീര്യത്തിലല്ലേ അമ്മയ്ക്ക് ആ വാരാഹിയോടല്ല. മറ്റത് ഈ വിഷംഗപഥദോഷിത. ആര്? മന്ത്രിണ്യംബ വിരചിത വിഷംഗ. മന്ത്രിണ്യംബ വിരചിച്ച വിഷങ്കന്റെ വധത്തിൽ സന്തോഷിക്കുക. ഇവിടെ വാരാഹിയുടെ വധമൊന്നും പറഞ്ഞിട്ടില്ല. വാരാഹി ഒരു വീര്യം പ്രയോഗിച്ചിട്ട് വിശുക്രന്റെ പ്രാണനേട് ഹരിച്ചു. അപ്പൊ ഭയങ്കര ആനന്ദമായി എന്നാണ്. അതൊരു സാധകന്റെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ആത്മാനന്ദാണത്. അത് അനുഭവിച്ചിട്ടെങ്കിലേ മനസ്സിലാവും. അപ്പൊ ആരാണ് വിശുക്രൻ? വിഷങ്കൻ എന്ന് വെച്ചാൽ വിരുദ്ധ സംഘോ വിഷങ്കോ എന്ന് പഠിച്ചതുപോലെ വിരുദ്ധം ശുക്രം തേജോ യസ്യ സ ജീവഭാവ വിശേഷേണ ശുചം ശോകം രാതി കാമതീതിമ. ഇത് പിന്നെടുക്കാൻ സമയമില്ല, 9:56 ഞാൻ പറഞ്ഞു പോവാം. വിരുദ്ധമായ ശുക്രമാണ് വിശുക്രം. ശുക്രം എന്താണ് എന്ന് ചോദിച്ചാൽ മനസ്സിന്റെ ഉറവിടാണ്. അപ്പൊ മനസ്സെവിടെ, അകത്തോ ഞാൻ പുറത്താണോ എന്ന് ചോദിച്ചാൽ ഇതാരും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്യാം, തിരികെ പറയുകയും ചെയ്യാം. അപ്പോ ഈ വിശുക്രന്റെ ശക്തി കൂടുമ്പോഴാണ് വിഷംഗഭാവം ഉണ്ടാവുക. ഒന്ന് ഇടത്തെ തോളൊന്ന് വലത്തെ തോളാന്ന് വ്യത്യാസമുള്ളൂ. മറ്റതിനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരൊക്കെ ആക്കി ശരി ശരി ഞാൻ അങ്ങനെയൊന്നും ഇല്ല പറഞ്ഞിരിക്കുമ്പോഴും വീണ്ടും പ്രൊഡക്ഷൻ തുടങ്ങും. അത് വിശുക്രനിൽ നിന്നാണ്. ആ വിശുക്രന്റെ വീര്യത്തെ ഹരിച്ചു. അങ്ങനെയുള്ള വീര്യം ഹരിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് പറയുന്നില്ല. അവിടെയാണ് ആധ്യാത്മികമായിട്ടുള്ള വീര്യധാരണം, ബ്രഹ്മചര്യം, അതിനു വേണ്ടിയിട്ട് പക്വമാവാനുള്ള ദാമ്പത്യം, ഇതൊക്കെ അവിടെ വരുന്നുണ്ട്. ശുക്രം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോ ഇതില് പലർക്കും അറിയായിരിക്കും. ഞാൻ പറഞ്ഞ മന്ത്രത്തിൽ തെറ്റണ്ടേ പറയണം. തേജോസി തേജോനി പ്രേഹ്യഗ്നിസ്തേ തേജോമാവിനയിൽ അഗ്നേർ ജിഹ്വാസി സുഭൂർദേവാനാം ധാമ്നെ ധാമ്നെ ദേവിഭ്യോ യജുഷേ യജുഷേ ഭവ ശുക്രമസി. ഇത് ശുക്രമാണ്. തേജോസി, ഇത് തേജസ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയാ? പഞ്ചഗവ്യത്തില് നെയ്യ് കൂട്ടാനുള്ള മന്ത്ര. അതൊക്കെ നിങ്ങൾ ചോദിച്ചാറിയാം, ഞങ്ങൾ വെറുതെ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ തേജസ്സാണ്. തേജോസി തേജോനി പ്രേഹ്യ അഗ്നിസ്തേ തേജോമ. അതിന്റെ അർത്ഥമൊക്കെ ഞാൻ പിന്നെ അടുത്ത ദിവസം പറയാം. അങ്ങനെയുള്ള ഇത് ശുക്രമാണ്, തേജസ്സാണ്, രണ്ടും പറയാം. ഈ ശുക്രം എന്താണ്? അതാണ് ശുക്ലം എന്ന് പറയുന്ന സാധനം. അപ്പൊ ആ ശുക്ലത്തിന് തുല്യമാണ് നെയ്യ്.
ബീജമാണ്. അതുകൊണ്ടാണ് നെയ്യിന് ഇത്ര പ്രാധാന്യം ഹോമത്തില്. ആ ശുക്രം എന്ന് പറയുന്നത് വേണ്ടാത്ത രീതിയിൽ വിരുദ്ധമായാൽ, അതായത് അധോരേതസായാൽ, സൃഷ്ടിക്ക് കാരണമായ രീതിയിൽ അവനവന്റെ ബീജം ശുക്ലമൊക്കെ അതിനുവേണ്ടി നമ്മൾ പ്രയോഗിച്ചു പോയാൽ സാധാരണ പശുക്കളെ പോലെ ആവും, അല്ലെ? ആഹാര നിദ്ര ഭയമൈഥുനം ച സമാനമേത പശുഭിർ നരാണ്. ആഹാരം കഴിക്കുക, ഉറങ്ങ, ഭയക്ക, മൈഥുനം ചെയ്യുക, ദാമ്പത്യ സ്വരം, ഇതെല്ലാം മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെയാണ്. വിവേകമേകോ അധികോ വിശേഷ. വിവേകം എന്നൊരു സാധനം മനുഷ്യന് കൂടുതലാണ്. അതില്ലാത്തവൻ പശുഭി സമാനാണ്, മൃഗങ്ങളെ പോലെ തന്നെ. അപ്പൊ നമ്മളിപ്പോ മൃഗങ്ങളെ പോലെ ജീവിക്കുക, മനുഷ്യനായിട്ട് ജനിച്ചിട്ട് മൃഗങ്ങളെ പോലെ ജീവിക്കല്ലേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇവിടെ ആ ഒരു വിവേക ബുദ്ധിയെ നശിപ്പിക്കുന്നത് ദുർബുദ്ധിയാണ്, ബുദ്ധിയാണ്. ആ ബുദ്ധിയുടെ ഉറവിടം മനസ്സാണ്. ആ മനസ്സിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. ആ മനസ്സിനെ ത്രസിപ്പിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അത് വിശുക്കരനാണ്. അതുകൊണ്ടാണ് ആഹാരം കഴിക്കുമ്പോൾ പണ്ടൊക്കെ പറയും പപ്പടം കൂട്ടരുത്, ഉഴുന്നധികം കഴിക്കരുത്, ഉള്ളി കഴിക്കരുത്, മുരിങ്ങക്കായ അധികം കഴിക്കരുത്, പലതും പറയുന്നുണ്ട്. ഇങ്ങനെ ആയുർവേദത്തിൽ എന്തല്ല, അതൊക്കെ ശുക്ലവർദ്ധനം ഉണ്ടാക്കും, വികാരം കൂടും, കാമം, ക്രോധം, ലോഭം, മോഹം ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് മനസ്സിനെ ത്രസിപ്പിക്കുന്ന എനർജി സെന്ററാണ് ശുക്രം എന്ന് പറയുന്ന അവനവന്റെ രേതസ്. അതിനെ അധോരേതസായിട്ട് വേണ്ടാതെ ഒഴുക്കി കളയാതെ എന്തെങ്കിലും പ്രയോജനം ആത്മാക്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിവാഹം, വേലി പോലുള്ള കാര്യങ്ങൾ അതിനു വേണ്ടി ചിട്ടപ്പെടുത്തി അതും കുളമാക്കി. അങ്ങനെയുള്ളതിനെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവിടെയാണ് ശുക്രന്റെ വിരുദ്ധത മാറി അത് വീര്യമായി മാറും. അതാണ് വാരാഹി ചെയ്തത്. അവിടെ ഗുരുവിനാണ് അതിന്റെ അധികാരം. അതുകൊണ്ടാണ് ഇരുമ്പ് ദണ്ഡാണ് കയ്യില്. ഗുരുഭാവം കൊണ്ട് വിശുക്രഭാവത്തെ അടിച്ച്, കാരണം വാരാഹി എന്തിനാണ് ജനിച്ചത്? വരാഹമൂർത്തി, ആദിവരാഹം, ഭൂമിയെ ഉദ്ധരിക്കാനാണ്. അത് പ്രപഞ്ചത്തിന്റെ മൂലാധാരാണ്. ഇത് മനുഷ്യന്റെ മൂലാധാരത്തിലാണ്, മൂലാധാര സ്വാധിഷ്ഠാനങ്ങളിലാണ് ഈ കുണ്ടലിനി എന്ന് പറയുന്നത്. ഈ കാമത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ശുക്രത്തില് അതിന്റെ സുഖത്തില് അടിയുറച്ച് അതിൽ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ മയങ്ങിക്കിടക്കുന്നതിനെ ഗുരുവിന്റെ അടി കൊണ്ട് ഉണർന്ന് ഇത് ആ ഒരു എനർജി താഴോട്ട് വരാതിരിക്കുമ്പോൾ മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. അപ്പോഴാണ് മൂലാധാരയികതന്റെ ആ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, സൃഷ്ടി എന്നുള്ളത് ഇല്ലാണ്ടാവും, ബ്രഹ്മഗ്രന്ഥി ഇല്ലാണ്ടാവും. സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹം അവിടെ പോകും. പുതിയ 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 സൃഷ്ടി എന്നിൽ നിന്ന്. അപ്പൊ ശുക്ലത്തിന്, ബീജത്തിന്, അത് സ്ത്രീക്കും പുരുഷനൊക്കെ ബാധകമാണ്. അതിനെ താഴോട്ട് പതിപ്പിക്കാതെ ഇനി സൃഷ്ടിയില്ല, എനിക്കിനി സൃഷ്ടി വേണ്ട, ഞാൻ സൃഷ്ടി, എന്റെ പുതിയ സൃഷ്ടിയല്ല, എന്നിൽ നിന്നൊരു സൃഷ്ടി ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുമ്പോ ആധ്യാത്മികതയാവും. അതിന് പറ്റാത്തവർക്കാണ് വിവാഹം കഴിച്ച് പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മള് വഴിക്ക് കൊണ്ടുപോയി അതിനാണ് ബ്രഹ്മചര്യമാവൂ, ഇനി ഞാൻ ബ്രഹ്മചാരിയായിരിക്കും, ഗൃഹസ്ഥാശ്രമിയാവണം. അത് ഞാൻ എപ്പോഴേ വളരെ രസമല്ലേ, അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടില്ല. എല്ലാ കുട്ടികളൊക്കെ നേരെ ഒഴിവതായാൽ അവരെ അമ്മയെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങി പോകുന്ന തന്നെ പറഞ്ഞേക്കണേ. വാനപ്രസ്ഥം, വാനം വനം എന്നല്ല, ആകാശം എന്നർത്ഥം. പ്രകൃതിയിലേക്ക് ഇറങ്ങുക, അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അതുവരെയുള്ള എന്തൊക്കെ ഉണ്ടോ എന്ന് ആലോചിക്കുക. എന്നിട്ട് അത് സമ്യക്കാകും വേണ്ടും അതിൻ്റെതായ സ്ഥാനത്ത് അത് വച്ചിട്ട് ഇങ്ങോട്ട് പോരുക. സമ്യക്കാകും വേണ്ടം രസിക്കുക, സന്യാസം. ഇതാണ് രീതി. പക്ഷെ സാധാരണക്കാർക്ക് ഇത് പറഞ്ഞാൽ വല്ല മനസ്സിലാവും. അങ്ങനെ പറ്റാത്തവർക്കാണ് ക്ഷേത്രം, വേദം, യജ്ഞങ്ങള്, യാഗങ്ങൾ ഇതൊക്കെ ചെയ്ത് ആ വിഷങ്കനെ ഒന്ന് ആദ്യം മാറ്റിയെടുക്കുക. അപ്പൊ സത്സംഗത്ത് നിസ്സംഗത വരും. ആ നിസ്സംഗത വരുമ്പോഴാണ് സൃഷ്ടി തത്വം ഇല്ലാതെയാവും. അതും അപ്പോഴാണ് ഊർധ്വരേത തപസ്ത്യാഗി നീയതാഹി ച സംയമി ഹിതകാരി മിതാഹാരി സത്യസന്ധോ ഭവൻ ഋഷി. ഋഷിയായിത്തീരുന്നപ്പോഴാണ്, ഋഷിയുടെ പ്രമാണാണ്. അതായത് ഊർധ്വരേത, ഈ വീര്യം എന്നുള്ളത് താഴോട്ട് പോവാതെ മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഥ വിശുദ്ധി ആജ്ഞ അതിന് മുകളിലേക്ക് ഊർധ്വരേതസാകും. താഴത്തേക്ക് പോകുമ്പോഴുള്ള ആനന്ദത്തിന്റെ പുറകെ പോകുന്ന വ്യക്തികൾ ഊർധ്വരേതസാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പേരാണ് പരമാനന്ദം. അതാണ് നന്ദിത എന്നിവിടെ പറഞ്ഞത്. അങ്ങനെ ഊർധ്വരേതസായിരിക്കുന്നവരും തപസ്വിയും, തപ ചൂടാക്കി ഈ രേതസ്
അങ്ങനെ തിളയ്ക്കുമ്പോ അങ്ങനെയല്ലേ ആ ഒരു ലിക്വിഡ് ആയത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പതുക്കെ ആവിയാവും, പിന്നെ അതിങ്ങനെ പ്രപഞ്ചത്തിൽ ലയിക്കും. അതുപോലെ രേതസ് പതുക്കെ 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 താഴോട്ട് ഒഴുകേണ്ട അവസ്ഥയല്ല, അത് തേജസ്സാവും. തേജസ് ആവുമ്പോഴാണ് ബ്രഹ്മ തേജസ് എന്ന് പറയാം. അങ്ങനെയുള്ളവനാണ് ബ്രാഹ്മണൻ. അല്ല, ഊർധ്വരേതസ് ആവണ എങ്ങനെയാണ്? തപസ് കൊണ്ടാണ്. തപസ്ത്യാഗി, പിന്നെ ത്യാഗം ചെയ്യുക. ത്യാഗൈനൈകേ അമൃതത്വമാനശു, ഇഷ്ടമുള്ളതിനെ ത്യജിക്കലും ഇഷ്ടമില്ലാത്തതിനെ സ്വീകരിക്കലും, ഇതാണ് ത്യാഗം. നീയത, നിയന്ത്രണമുള്ളവന്. സംയമി, വേണ്ടവണ്ണം യമം പരിശീലിച്ചവനാവണം. പിന്നെന്താ? ഹിതകാരി, മറ്റുള്ളവരുടെ മനസ്സിനെ ഹിതം ചെയ്യുന്നവനും. മിതാഹാരി, അല്പം മാത്രം ഭക്ഷിക്കണം. സത്യസന്ധ, സത്യസന്ധനാരി, അങ്ങനെയുള്ളവൻ ഭവേത് ഋഷി, ഋഷിയായി ഭവിക്കും. ആ ഋഷിഭാവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്ന സകലമാന ആധ്യാത്മിക വിദ്യകളും. അവിടെ ആ വിഷങ്കനെ ഉണ്ടാക്കിയത് തന്നെ ഈ വിശുക്രന്റെ ഭാവമാണ്. അതിനെക്കുറിച്ച് അടുത്ത ദിവസം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ എൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒന്നാണ് വിശുക്രഭാവം. ആ വിശുക്രഭാവത്തിന്റെ ശക്തി കൊണ്ട് വിഷങ്കാസുരനും ഉണ്ടായി. അവർ സഹോദരന്മാരാണ്. അതൊരു സാധകരെ നശിപ്പിക്കും. ആ രണ്ടുപേരാണ് ഭണ്ഡാസുരനെ, കാമദേവനായിരുന്ന ആ മഹാത്മാവിനെ അല്ലെ ആ ദേവനെ ഭണ്ഡാസുരനാക്കിയതും ഈ വിശുക്രഭാവവും വിഷംഗഭാവവും. അതിന് രണ്ടിനും കൊന്നാൽ തന്നെ ഭണ്ഡാസുരനെ വധിക്കാൻ എളുപ്പമാണ്. അത് അടുത്ത കഥയിലൊക്കെ പറയും. ഭണ്ഡാസുരൻ നിന്നുണ്ടായ 30 പേരെയൊക്കെ വധിച്ചൊക്കെ റെഡിയാക്കി ബാല, അത് വേറൊരു തലം. ഇതെല്ലാം സാധനയുടെ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടത്, അമ്മ സങ്കല്പിച്ചിട്ട് ഭണ്ഡാസുരനിൽ ഉണ്ടായിട്ടുള്ള വിഷങ്കനെ മന്ത്രിണീ ദേവിയും വിശുക്രനെ ദണ്ഡനാഥയായ വാരാഹിയും ബ്രഹ്മാസ്ത്രത്താലും മുസലായുധത്താലും നശിപ്പിച്ചു, അവരുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു എന്ന് മാത്രമാണ് സാധാരണ അർത്ഥം. അതിന്റെ ഉള്ളിലെ അർത്ഥം ഒരു ഉപാസകൻ എത്ര മനസ്സിലാക്കും അത്രയും മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ശരിയായ ബോധമുണർത്തുന്ന 2 തലങ്ങളാണ്. ഒന്ന് വിഷങ്കനും ഒന്ന് വിശുക്രനും. അത് വിശുക്രനെ കുറിച്ച് കുറച്ചും കൂടെ നമുക്കത് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്നുകൂടെ പറഞ്ഞിട്ട് അടുത്ത മന്ത്രത്തിലേക്ക് ഒന്ന് കിടക്കാൻ നോക്കാം. ഇത് ഈ പറഞ്ഞത് അധികപ്പറ്റായി പോയെന്ന് അറിയില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള രീതിയിൽ എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. 10 മണി 6 മിനിറ്റ് ആയി. കാരണം 7 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ധർമ്മവിരുദ്ധത ഇല്ല. 1 മണിക്കൂർ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇങ്ങനെയൊന്നും വേണ്ട ഏട്ടാ, അല്ലെങ്കിൽ മാധവ അതിനർത്ഥം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഇത് പറഞ്ഞ സന്തോഷമാണ്. കാരണം എന്താ പറയാ, എനിക്കും ഒരുപാട് ജോലിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോയാൽ മതി. ഇത് എപ്പോഴാ തീരാന്ന് പറയാൻ പറ്റില്ല. ഓരോ മന്ത്രം കിടക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊരുപാട് ഇനിയും നമ്മുടെ വ്യക്തിപരമായ ഉപാസനയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ചിലത് വരുമ്പോ പറയാതിരിക്കാൻ വയ്യ, പറഞ്ഞു പോയതാണ്. എന്തായാലും എല്ലാവരും അഭിപ്രായം പറയാ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിർത്താം. ഇത്രയും വിസ്തരിച്ച് മനസ്സിലാക്കി തന്ന ആചാര്യന് നന്ദി, നമസ്കാരം. മനസ്സിലാക്കി തന്ന ആചാരനല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയതിന് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലായില്ലെങ്കിൽ കുറെ കാടില് കുറെ പശുക്കളോടൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാക്കി എന്നുള്ളത് എന്റെ ഗുണമല്ല, നമ്മുടെ മനസ്സിന്റെ നന്മയാണ്. അല്ല, ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവാം. ചിലതൊക്കെ എഴുതിയെടുത്തില്ല, ആ ശ്ലോകം എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. എനിക്ക് ഇവിടെ ഒറ്റയാൾ പട്ടാളായിട്ടാണ് നമ്മുടെ ഒരു ശ്രമം. അതിനിടയ്ക്ക് പിന്നെ എനിക്ക് കൂടുതൽ ബുക്ക് നോക്കലോ വായിക്കലോ കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ടെന്ന് മാത്രം. വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ നിർത്തിയാലോ? ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആചാര്യനോട് ചോദിക്കാവുന്നതാണ്. സംശയം ചോദിച്ചതിന് ശേഷം ആചാര്യന് നന്ദി പറയേണ്ടതുമാണ്.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? അപ്പൊ നിർത്താം. നമസ്കാരം. അത് നമസ്കാരം. നന്ദി. നമസ്കാരം. 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 നമസ്കാരം.